ആ സൂക്ഷ്മ ലോകത്തിലേക്കുള്ള ഒരു 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 ജനാല തുറന്നിടുന്നതാണോ ഈ കവിതകൾ എന്നൊക്കെ പറയുന്നത്? ഉദാത്തമായ കവിതകൾ, ഉദാത്തമായ കവിതകൾ വേർഡ്സ്വർത്തിന്റെ, എലിയറ്റിന്റെ അല്ലെങ്കിൽ ബ്ലേക്കിന്റെ. ഈ ഇംഗ്ലീഷിൽ തന്നെ പറയാറുണ്ടല്ലോ, ഒരു പോയറ്റീസ് എന്താ ഹാഫ് മിസ്റ്റേക്ക് എന്നോ, അതായത് സെമി മിസ്റ്റേക്ക് എന്നോ, അങ്ങനെ ഇനി കൃത്യമായിട്ടുള്ള വാക്ക് ഉണ്ടല്ലോ നമ്മുടെ ഭാരതത്തിൽ ഋഷികളാണ് ശരിക്കും പണ്ട് കവിതകൾ എഴുതിയത്. ആദ്യം വാൽമീകി ആണെങ്കിലും വ്യാസനാണെങ്കിലും ഒക്കെ ഒരു വലിയ അറിവിൽ നിന്ന് ആണ് വാക്കിനെ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ എത്ര കണ്ട് വലിയ അറിവിലേക്ക് ചെല്ലുന്നുവോ അത്ര കണ്ട് നമ്മുടെ വാക്ക് സൂക്ഷ്മമാകും, സൂക്ഷ്മങ്ങളെ ആവിഷ്കരിക്കും. കബീറിൻ്റെ ആണെങ്കിലും എത്രയോ വർഷങ്ങൾ, 300-400 വർഷങ്ങളൊക്കെ ആയില്ലേ, പക്ഷെ ഇപ്പോഴും കബീറിൻ്റെ വാക്കുകൾ എവിടെയൊക്കെയോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പലയിടത്തും ഞാൻ പിന്നെ എന്താ പറയുക കോട്ട് ചെയ്ത് കാണാറുണ്ട്. ഉഷേച്ചിക്ക് വിജയനുമായിട്ട് നിങ്ങൾ ഒരുമിച്ചാണോ ഈ ഒരു യാത്രയിലേക്ക്, ഈ ഒരു അന്വേഷണത്തിലേക്ക് വന്നത്? അല്ല, ഏട്ടൻ എന്നെക്കാളും 18 വർഷം മൂത്ത ആളാണ്. അപ്പോൾ ഏട്ടൻ എന്നെ ഒന്നിലും ഒരു പങ്കാളിയാക്കിയിട്ടില്ല. എന്നെ അവസാനം വരെ ഒരു കിഡ് സിസ്റ്ററായിട്ട് കണ്ടിട്ടേ ഉള്ളൂ. അതായത് ഞാനൊരു മുതിർന്ന ആളാണെന്ന് ഏട്ടനെ വിശ്വസിക്കാനേ അവസാനം വരെ സാധിച്ചിട്ടില്ല. വിജയനും ചേച്ചിയും തമ്മിലുള്ള ബന്ധം, വ്യക്തിബന്ധം, സഹോദരി, ഏട്ടൻ എന്നോട് വലിയ വാത്സല്യമായിരുന്നു. സഹോദരി എന്നുള്ളതിനേക്കാളും ഒരു കുട്ടി, ഒരു മകൾ, ഒരു കുട്ടി എന്നുള്ള നിലയ്ക്കായിരുന്നു കൂടുതലും. കാരണം ഏട്ടൻ കോളേജിലായി ഞാൻ ജനിച്ചപ്പോഴേ, അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഉണ്ടായത്. അപ്പോൾ വലിയ ചേച്ചിക്ക് 14 വയസ്സ് മൂപ്പുണ്ട്, എന്നെക്കാളും മുമ്പുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും പിന്നെ എന്നോട് വളരെ വാത്സല്യത്തിലാണ് പെരുമാറിയിട്ടുള്ളത്. അവർക്ക് കൂടുതൽ വാത്സല്യം രണ്ടു പേർക്കും ഉണ്ടായിരുന്നു, വാത്സല്യം ഉണ്ടായിരുന്നു. ചേച്ചിയോട് ഞാൻ വളരെ ഫ്രണ്ട്ലി ആയി, ഒരു ഫ്രണ്ട്ഷിപ്പായി. കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഒരു എല്ലാം പങ്ക് വെച്ച് പറയുന്ന ഒരു തരം ഫ്രണ്ട്ഷിപ്പ് വന്നു ചേച്ചി ഞാൻ. ഏട്ടൻ അങ്ങനെ ആയില്ല, എല്ലാം പറയില്ല, പക്ഷെ എങ്കിലും ഏട്ടന് വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിലൊക്കെ ഏട്ടൻ എന്നോട് കൺഫൈഡ് ചെയ്യാറുണ്ട്, കാര്യങ്ങൾ പറയാൻ. പക്ഷെ എങ്കിലും ചേച്ചി കുറേ കൂടി ഒരു ഫ്രണ്ട്ലി ആയിരുന്നു ആ രീതിയിൽ. പക്ഷെ വാത്സല്യത്തിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും വലിയ വാത്സല്യമായിരുന്നു. വിജയൻ്റെ തലമുറകൾ എന്നുള്ള നോവല് അത് ആത്മകഥാപരം എന്നൊക്കെ പറഞ്ഞാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് തോന്നുന്നത്. അതൊരു എന്താണ് ഫിക്ഷണലൈസ് ചെയ്യപ്പെട്ടൊരു ആത്മകഥ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഏട്ടൻ്റെ ജീവിതം അതിൽ മുഴുവനായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു രീതി അല്ല, അതങ്ങനെയല്ല. കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ താവഴികളുടെയൊക്കെ കുറേ കാര്യങ്ങൾ ഫിക്ഷണലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല എല്ലാം അതേപടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാൽ ശരിക്കും ഇൻസിഡൻസ് ചിലത് പറഞ്ഞു കേട്ടത്, പഴയ തലമുറകളുടെ ചില കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. ഏട്ടൻ ഒരു എന്താ പറയുക, ഈ പഴയ ഇത് പറയല്ലേ മാജിക് ബാൻഡ് എന്ന് പറയില്ലേ, ഒരു മാന്ത്രിക വടി, ചിലതിപ്പോൾ എന്താ സിൻഡ്രല്ലയുടെ പിന്നെ മത്തങ്ങ കൊണ്ടൊരു വണ്ടി ഉണ്ടാക്കി, എലികളെ കൊണ്ട് കോച്ച്മാൻമാരെ ഉണ്ടാക്കി എന്ന് പറയില്ലേ, അതുപോലെ ഏട്ടൻ്റെ കയ്യിൽ അനുഭവങ്ങളുടെ എന്തെങ്കിലും കിട്ടുമ്പോൾ ഏട്ടൻ്റെ ക്രിയേറ്റീവ് ജീനിയസ് അതിനെ ആ മാന്ത്രിക ദണ്ട് ഒന്ന് പ്രയോഗിച്ച് മറ്റെന്തോ ആക്കുന്നതാണ്. കാരണം ഈ ഖസാക്ക് പോലും ചേച്ചി പറഞ്ഞു കൊടുത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ചേച്ചി പറയും, ഞാൻ പറഞ്ഞു കൊടുത്താണെങ്കിലും പിന്നെ ഏട്ടൻ്റെ ആ ജീനിയസിൻ്റെ മൂശയെ കൂടെ കടന്നു പോയപ്പോഴാണല്ലോ അത് വേറെ എന്തൊക്കെയോ ആയി. ചില ചെറിയ ഇൻസിഡൻസ് ചേച്ചി പറഞ്ഞു കൊടുത്തുണ്ട്. അപ്പം പിന്നെ കുഞ്ഞാമിന വെള്ളയപ്പം കൊണ്ടുവരുമ്പോൾ ആർക്ക് പിന്നെ അള്ളാപ്പിച്ച മുല്ലാക്കിക്ക് വെള്ളയപ്പം കൊണ്ടുവരുമ്പോൾ വഴിയിൽ മയിൽ കൊത്തിയതും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പേൻ തലേന്ന് താഴെ വീഴുമ്പോൾ കുട്ടികളോട് ഇത് ഇങ്ങനെയാണ് മൈഗ്രേഷൻ നടന്ന് ആളുകൾ മൂവ് ചെയ്തതെന്നൊക്കെ ചേച്ചി ഇന്ന് ഹിസ്റ്ററി പഠിച്ച് ഇറങ്ങിയ കാലത്തായിരുന്നു. മറ്റെവിടെ ഞാൻ വായിച്ച ഓർമ്മയുണ്ട്, ഈ പേനിന് ആത്മാവുണ്ടോ, തലയിലിരിക്കുന്ന പേനിന് ആത്മാവുണ്ടോ, അതൊക്കെ ഏട്ടൻ്റെ ക്രിയേഷനാണ്. അതായത് ഈ ചെറിയ ഇൻസിഡൻസിൽ വെച്ചിട്ട് പിന്നെ ഏട്ടൻ ബിൽഡ് ചെയ്യുന്നതും ഏട്ടൻ്റെ ഈ മാന്ത്രിക ദണ്ടിൻ്റെ പ്രയോഗവും
ആണ് ഈ തലമുറകളിൽ. പക്ഷേ ഏട്ടൻ കുറച്ചുകൂടി ചേട്ടന് ഇനി സമയമില്ല എന്നുള്ള തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ആ ഉള്ളിലുള്ള പലതും വേഗം അങ്ങോട്ട് ഇറക്കി വെക്കാൻ വേണ്ടി ഒരു ധൃതി കാണിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എഴുത്ത്. അപ്പോൾ ഏട്ടൻ ഈ വേറൊരു കാര്യത്തിൽ ഈ കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിൽ ഏട്ടൻ വളരെ എന്താ പറയുക ഒരു ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതായത് ഈ സ്പിരിച്വാലിറ്റി. അപ്പം സ്പിരിച്വാലിറ്റിയുടെ ഒരു അണ്ടർലൈനിങ് എന്താ പറയേണ്ട വാക്ക്, അണ്ടർ കറൻറ്റ് പിന്നെ ആണ് ഈ കാസ്റ്റുകളെയൊക്കെ അൾട്ടിമേറ്റ്ലി ഒരു കാസ്റ്റുകൾ ഉത്ഭവിക്കുന്നതിന് ഈ സ്പിരിച്വാലിറ്റിയുടെ ചില കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. അതായത് അതൊന്ന് വിശദീകരിച്ചാലേ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഏത് റിലിജൻ എടുത്താലും, അത് ഏത് റിലിജൻ ആയിക്കോട്ടെ, ലോകത്ത് നിന്ന് വരെ ഉണ്ടായിട്ടുള്ള അതിലൊരു അനുഭവത്തിൻ്റെ തലമുണ്ട്. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ സത്യാന്വേഷണത്തിൽ, അവൻ്റെ ഈ ഭൂമിയോടുള്ള പ്രതികരണത്തിൽ അവൻ അന്വേഷിച്ചിട്ട് ചെന്ന് എത്തി പല അറിവുകളും നേടുന്നു. ചിലപ്പോൾ ഏകാന്തമായിട്ട് അവൻ പോകും എവിടെയെങ്കിലും. എന്നിട്ട് എന്തൊക്കെയോ സംഭവിക്കും, മാറ്റങ്ങൾ വരുമ്പോൾ അയാൾക്ക് ചില ഇൻസൈറ്റ്സ് ഉണ്ടാവും. അത് ദൈവം കൊടുക്കുന്നതാണെന്ന് പറയുന്നു, അത് ഉള്ളിൽ നിന്ന് വരുന്നു, കളക്റ്റീവ് സബ് കോൺഷ്യസിൽ നിന്നാണ്, എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു തലത്തിൽ നിന്ന് വേറൊരു തലത്തിൽ നിന്ന് നമുക്ക് ചില അറിവുകൾ കിട്ടുന്നതാണ്. അതെന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ എന്തോ ചില കാര്യങ്ങൾ സംഭരിച്ചിട്ട് വീണ്ടും സമൂഹത്തിലേക്ക് വന്നത് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നബി എടുത്താലും ക്രിസ്തുവിനെ എടുത്താലും സാരദുഷ്ടനെ എടുത്താലും എന്തായാലും, പക്ഷെ അവർക്കൊക്കെ പരിണാമം ഉണ്ടായിട്ടുണ്ട്, ജീവൻ്റെ പരിണാമം ഉണ്ടാകുന്നുണ്ട് ഒരു വ്യക്തിക്ക്. ഒരു സാധാരണ വ്യക്തിയായിട്ട് കാണും നമ്മൾ. മുഹമ്മദ് ഒരു കച്ചവടക്കാരനായി, ക്രിസ്തു ഒരു ആട്ടിടയനായി. പക്ഷെ അവർ ട്രാൻസ്ഫോംഡായിട്ട് അവർ പലതും കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ചില മാർഗങ്ങൾ കണ്ടുപിടിച്ച് മനുഷ്യൻ്റെ ഹ്യൂമൻ സ്പിരിറ്റിൻ്റെ ഒരു അജയ്യത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ തുല്യത, അതിൻ്റെ ഭംഗി എല്ലാം അവർ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ്. അടിമത്തത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നുമൊക്കെ അല്ലേ. അപ്പോൾ അതെന്താ, പക്ഷെ ബേസിക്കലി ഈ ജീവൻ്റെ പരിണാമം, ഈ ജീവൻ്റെ ഒരു അനുഭവ തലം ഉണ്ട്. അതാണ് നമ്മൾ സ്പിരിച്വാലിറ്റി ആയിട്ട് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ പല 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 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇവിടെയും ബ്രാഹ്മണന്മാരെന്ന് പറയുന്നത് ശരിക്കും ഈ സ്പിരിച്വലായിട്ട് വളരെ ഇവോൾവ് ആയിട്ടുള്ള ഒരു ഋഷിമാരുടെ ചുറ്റും നിന്നവരോ അല്ലെങ്കിൽ അവരുടെ തന്നെ പരമ്പരകളോ ഒക്കെ ആയിട്ട്. കാരണം അവർക്ക് സെക്സ് ആയിക്കൂടാന്നൊന്നും അങ്ങനെയൊന്നും നമ്മുടെ സംസ്കാരത്തിലില്ല. അതായത് പ്യുവറായിട്ട് ബ്രഹ്മചാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുക, സെക്സ് ഉണ്ടാവാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ കാണുന്നത്. ബ്രഹ്മാന്വേഷണത്തിൽ, സത്യാന്വേഷണത്തിന് പോകുന്ന വ്യക്തി.